തമ്പുരാനെ, എന്റെ മോക്കൊരു കല്യാണം ഒത്തു വന്നിട്ടുണ്ട്. ഓ, നല്ല വിശേഷമാണല്ലോ. കുറച്ച് കാശിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഒരു 5000 റുപ്യ ഉത്സവം കഴിഞ്ഞാൽ മടക്കി തരാം. ദേവീ കടാക്ഷമുള്ള വെളിച്ചപ്പാടിന് പണത്തിന് ബുദ്ധിമുട്ടോ? 22 കരക്കാരുടെ പുണ്യത്തിനായി കാലിൽ ചിലമ്പും കയ്യിൽ വാളുമായി ഉറഞ്ഞു തുള്ളുന്ന വെളിച്ചപ്പാടിന്റെ ഗതികേട് ആരാ അറിയാ? ആരോടാ പറയാ? പണം തന്നെ ഞാൻ സഹായിക്കാം. പക്ഷെ ഒരു കാര്യം, പണത്തിന്റെ കാര്യത്തിൽ എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല. എന്താ ചെയ്യാ? വെളിച്ചപ്പാടൊരു കാര്യം ചെയ്യേ. വിരോധം ഇല്ലെങ്കിൽ ഒരിടത്തിന്റെ ആധാരം ഇങ്ങിതാ. പണയായിട്ടല്ല, ഒരുറപ്പിനാ തരാം. എന്റെ മോളുടെ കല്യാണം നടക്കൂലോ. ആധാരമായിട്ട് ഒന്ന് പണം വാങ്ങിക്കോളൂ. ഒരു നല്ല കാര്യം നടക്കൂല്ലോ. ഓ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അറിയാം എനിക്ക്. എന്റെ ഭർത്താവിന് ഞാൻ അറിയുന്ന പോലെ ആരാ അറിയാ? നീ പൊയ്ക്കോ. ഏട്ടത്തിക്ക് ഭരതേട്ടനെ 3-4 കൊല്ലമായിട്ടല്ലേ അറിയുള്ളൂ. എന്റെ അമ്മയ്ക്ക് അച്ഛനെ ശരിക്കും അറിയാൻ 20 കൊല്ലം വേണ്ടി വന്നു. അതോടെ അമ്മയുടെ തറവാട്ടിലേക്ക് മടങ്ങി. എന്റെ ഏട്ടനെ അടുത്തറിയാൻ ഏട്ടത്തിക്ക് ഒരു ആയുസ് മതിയാവില്ല. മുരളിയുടെ അമ്മ സ്വയം തോറ്റ പടിയിറങ്ങിയത്. അമ്മയെപ്പോലെ ഏടത്തി തോൽക്കില്ല. തോൽക്കേണ്ടി വന്നാല് ഈ തറവാടിന്റെ അടിത്തറ ഇളക്കിയിട്ടേ ദേവിക പടിയിറങ്ങും. ആലീസ് പള്ളിയിലേക്കാ? എന്നാ വണ്ടിയിലേക്കായിരിക്കോ, ഞാൻ കൊണ്ടിറക്കാം. ഇപ്പോഴില്ല, ബാബുവേട്ടന്റെ കൂടി വണ്ടിയിൽ കയറിയ ആൾക്കാർ അതും പറയാത്തൊരു കാലം വരട്ടെ, അപ്പൊ കയറാം. അതിനി എത്ര കാലം കാത്തിരിക്കണോ ആവോ. ഇന്നലെ അപ്പം പറയണ കേട്ടു, എനിക്കൊരാളെ അന്വേഷിച്ച് നടക്കുമെന്ന്. അപ്പൻ അറിയോ എനിക്ക് വേണ്ടി അന്വേഷിക്കുന്ന ആൾ അപ്പന്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. ആരാ ആ ആള്? ഇതാ കാന്താരി പെണ്ണിന്റെ പണിയായിരിക്കും. എടി മല്ലി, ആടിനെ മാറ്റിയുടെ വഴിയെന്ന്. എന്തൊരു കഷ്ടമാണപ്പാ ഈ അലി ചേച്ചിയുടെ കാര്യം. എന്തോന്ന് കഷ്ടം? ഞാൻ ഇയാളെ ഒന്ന് പതുക്കെ വളച്ചോണ്ട് വരായിരുന്നു. അപ്പോഴല്ലേ അലി ചേച്ചി കയറി അടങ്കോലിട്ടത്. ഓ പിന്നെ നീ അങ്ങ് വളച്ചോട്ടനെ വളഞ്ഞു കുത്തി വീഴാൻ നിക്കല്ലേ ഞാൻ. ഓഹോ, അപ്പൊ എന്നെ ഇഷ്ടല്ല അല്ലേ? ആ, അത്രേ വിധിച്ചിട്ടുള്ളൂ. എന്നെ കെട്ടാനുള്ള യോഗമല്ലേ ഇയാൾക്ക്? ഓ പിന്നെ അതിന് നീ ഭൂലോക രംഭയല്ലേ? അതെ, എന്നോളം വരില്ലേലും അലി ചേച്ചിയും വലിയ കുഴപ്പമൊന്നുമില്ല. കെട്ടിക്കോ, ഞാൻ വിട്ടുവന്നിരിക്കുന്നു. ദേ വച്ച് നീട്ടരുത്, എന്റെ മനസ്സ് എപ്പോഴാ മാറുമെന്ന് അറിയില്ല. എടി നിന്നെ, ഇങ്ങനെ ഒരു സാധനം ആണായി പറക്കേണ്ടതായിരുന്നു. ലാലിച്ചൻ പള്ളിയിലെല്ലാം വരുമോ? ഞാൻ ആലീസിനെ കാണാൻ വന്നതാ. എന്താ കാര്യം? അത് ആലീസ് വരുന്നില്ലേ? ആ, വരാം. എന്താടാ അവളുമായിട്ട്? ഏയ് ഒന്നുമില്ല. പള്ളി വെച്ച് ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് ആലീസിനെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്ന ഒന്നും വലിയ തെറ്റല്ല. ആദ്യമേ സ്വന്തമായി പണി ചെയ്ത് 10 കാശുണ്ടാക്കാൻ നോക്ക്. എന്നിട്ട് മതി ശൃംഗാരവും കല്യാണമൊക്കെ. അവൻ അവളെ ഇഷ്ടമാണെങ്കിൽ ആ കുരിയച്ചനുമായി ആലോചിച്ച് നമുക്കതങ്ങ് നടത്തി കൊടുക്കാം. പെണ്ണ് കെട്ടിയാലെങ്കിലും ഈ സ്വഭാവമൊക്കെ മാറി നന്നായാലോ. ബാബു നിൽക്കുമ്പോ എങ്ങനെയാടി അനിയനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്നേ? രണ്ടാളുടെ ഒന്നിച്ച് നടത്താന്ന് വെക്കുക. അവൻ ഒരു പെണ്ണിനെ ഒത്തു കിട്ടാനും അത്ര എളുപ്പമല്ല. ഉണ്ടായത് ഒരു ജാതിയിലും വളർന്നത് നമ്മുടെ കൂടെ. എന്തായാലും ബാബുവിന്റെയും കൂടി ഒരു അഭിപ്രായം അറിഞ്ഞിട്ട് നമുക്ക് തീരുമാനം എടുത്താൽ മതി. ലാലച്ചനെ ഒരു കല്യാണം കഴിപ്പിച്ചാൽ അവൻ നന്നാവുന്ന അമ്മ പറയുന്നേ. നിന്റെ അഭിപ്രായം എന്താ? ശരിയാ, ഒരു ഉത്തരവാദിത്വമൊക്കെ വരും. അവനൊരു പെണ്ണിനെയും കണ്ടുവച്ചിട്ടുണ്ടെന്നാ പറയണേ. ഏതാ പെണ്ണ്? ആ കുരിയച്ചന്റെ മകളിലെ ആലീസ്. അതിന് അവിടെ കൂടെ ഇഷ്ടം ചോദിച്ചറിയണ്ടേ? ആലീസിന് അനിയൻകുട്ടനെ അവക്ക് ഇഷ്ടക്കേടുണ്ടാവും തോന്നുന്നില്ല. അവര് പള്ളി വെച്ച് ചിരിച്ചും കളിച്ചും വർത്താനം പറയണമൊക്കെ ഞാൻ കണ്ടടാ.
എന്നാ പിന്നെ നമുക്കതൊന്ന് ആലോചിക്കാം. ചേട്ടനായി നീ നിൽക്കുമ്പോ അനിയന്റെ കല്യാണം നടത്തുകയെന്ന് വെച്ചാ ഇനി നീയും അവനെ പോലെ വല്ല പെണ്ണിനെയും കണ്ടുവച്ചിട്ടുണ്ടേ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് നടത്താം. ഇല്ലപ്പാ, അനിയൻകുട്ടന്റെ കല്യാണം നടക്കട്ടെ. എന്നാ നമുക്ക് കുരിയച്ചനോടൊന്ന് ആലോചിക്കാം അല്ലേ? മോളെ ആ കാപ്പി എടുത്ത് ലാലിച്ചന്റെ കയ്യിലോട്ട് കൊടുക്കുക. പെണ്ണിന്റെ കൈ കൊണ്ട് തന്നെ കാപ്പി എടുത്ത് ചെറുക്കന് കൊടുക്കണമെന്നാ ചടങ്ങ്. നമ്മളായിട്ട് ഇനി ചടങ്ങുകളൊന്നും തെറ്റിക്കില്ല. എന്താ? ചടങ്ങൊന്നും ഇല്ലാതെ തന്നെ കെട്ടാൻ തീരുമാനിച്ചവരല്ലേ ഇവര്? അല്ലടാ ലാലച്ച? ചതിക്കായിരുന്നു അല്ലേ? ഓരോ മോഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ വളർത്തി തന്നിട്ട്. ഞാൻ പറയേണ്ടതൊക്കെ തിരിച്ചിങ്ങോട്ട് പറയാണ്. നീയും ലാലിച്ചനും ചിരിച്ചു കുഴയെന്ന് കണ്ടിട്ടാ അപ്പൻ ഈ ആലോചനയുമായി വന്നത്. ചിരിച്ചു വർത്താനം പറഞ്ഞിട്ടുണ്ട് ബാബുട്ടന്റെ അനിയനോട് പറയും പോലെ. കുഴഞ്ഞിട്ടില്ല. അതിങ്ങനെയൊക്കെ ആയി തീരുമെന്ന് കരുതിയിരുന്നില്ല. ആലീസെ, എന്റെ അപ്പനെയും അമ്മച്ചിയെ പിന്നെ അനിയൻകുട്ടനെ വേദനിപ്പിച്ചിട്ട് ഒരു ബന്ധം നമുക്ക് വേണോ? എനിക്കാവില്ല. ആലീസ് മനസ്സിൽ കരുതിയതൊക്കെ മറക്കണം. ലാലിച്ചനുമായിട്ടുള്ള ഈ കല്യാണത്തിന് സമ്മതിക്കണം. ഇനി ആലീസിനെ എനിക്ക് പെങ്ങളായിട്ട് കാണാൻ കഴിയും. എടി ലില്ലി, ദേഹം അനങ്ങി ഒരു പണിയെടുക്കാതെ ഇങ്ങനെ നടന്നോ. ഇവിടെ ഇത്ര വഷളാക്കുന്ന നീയാ. ഒരു തീക്കൊള്ളി പോലും തള്ളിക്കാതെ. വാവക്കുട്ടം വിളിക്കുന്ന കേട്ടില്ലേ? ആലീസേ, പോയി നോക്കിയേ. ഇതാ വരുന്നു മോനെ. എടി, ആ നെല്ലൊന്ന് പരത്തിയിട്ടെ. അമ്മച്ചി, എനിക്കൊരു 50 രൂപ വേണം. എന്റെ കയ്യിൽ എവിടുന്നാ രൂപ? അപ്പം പോകുന്നതിന് മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ അമ്മച്ചി വാങ്ങിച്ചു വെച്ചേനെ. ചേട്ടന് നാണമില്ലേ അമ്മയോട് കാശ് ചോദിക്കാൻ? കെട്ടിയാലെങ്കിലും ഗുണം പിടിക്കുന്ന വെച്ചാ കെട്ടിച്ചത്. ഇപ്പൊ കുട്ടിക്ക് 4 വയസ്സായി, എന്നിട്ട് ഇരക്കല് തീർന്നിട്ടില്ല. എന്താടാ ഈ കാണിക്കുന്നേ? അമ്മച്ചി വീടച്ചായ അവളെ. 50 രൂപയല്ലേ വേണ്ടത്? ഇന്നലെ ബാബുട്ടനെ ഏൽപ്പിച്ച കാശുണ്ട്, ഞാൻ തരാം. ഓഹോ, അവന്റെ സമ്പാദ്യം നിന്റെ അടുത്താണോ? എനിക്കങ്ങ് വേണ്ട. അപ്പോനെ ഇത് ശങ്കരേട്ടന് കൊടുത്തേരെ. വർക്കിയുടെ പറ്റില്ല. ശങ്കുമാവൻ ഇനി ഇവിടെ ആരുടെയും പറ്റില് കള്ളില്ല. വെറുതെ അപ്പൂന് പണിയുണ്ടാക്കാൻ. വീട്ടിലോട്ട് ശവവും ചുമന്നോണ്ട്. മോളെ ഒരു ഉപ്പി കൊടുത്താകെ ഞാൻ ചക്കാത്താണെ വിഷവും വലിച്ചു കേട്ടൂലോ. അപ്പോ കള്ളാത്തോണ്ട് വെക്കടാ. ഭാസ്കരോ, ഓ ഈ കാന്താരി തന്നെ ഒരു മൂല ഇരുത്തുന്നു. വർക്കിച്ചായ, എന്റെ നാവേന്നൊന്നും കേക്കരുതേ. നിന്റെ നാവേലിരിക്കും നിന്റെ അപ്പം കേൾക്കും. എന്റെ അപ്പം കേട്ടാ നീ അറിയും. അറിയും അറിയും. നാടോട്ട് അന്തിക്കള്ളല്ലേ? പിന്നെ എന്തുണ്ടെന്നാണോ പുതിയ നാട്ടുവിശേഷങ്ങള്? വടക്കേപ്പാടത്ത് കട്ട കുത്തുന്ന യൂണിയൻകാര് തമ്മിലടി. അത് കൂലി പ്രശ്നം. ചെറയല് കുഞ്ഞാപ്പിയുടെ മോക്ക് മാസം 3. ഉണ്ടാക്കിയവനെ പിടിയില്ല. അത് കുടുംബ പ്രശ്നം. പരദൂഷണം അല്ലാണ്ട് നല്ല വിശേഷങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പറ. വിശേഷമുണ്ട്. വർക്കിച്ചായം പറഞ്ഞു കാണുമല്ലോ. മരമടി മത്സരത്തിന്റെ കമ്മിറ്റിയും കഴിഞ്ഞാ ഞാനിപ്പോ വരുന്നത്. ഇക്കൊല്ലത്തെ മത്സരം പൊടിപൂരമാക്കാനാ കമ്മിറ്റിയുടെ തീരുമാനം. ഓ, എന്തോന്ന് പൊടിപൂരം? മത്സരിക്കാൻ പലരും കാളയുമായിട്ട് ഇറങ്ങും, അതൊരു കൊഴുപ്പിന്. പക്ഷെ ശരിക്കുള്ള മത്സരം വർക്കിച്ചന് ഉണ്ണിത്താനുമായിട്ടായിരിക്കും. കഴിഞ്ഞ കൊല്ലങ്ങളിലെ പോലെ വർക്കിച്ചൻ ട്രോഫിയും കൊണ്ട് വീട്ടിലോട്ട് പോവുകയും ചെയ്യും. ഈ കൊല്ലമെങ്കിലും വർക്കിയെ തോൽപ്പിച്ച് ഈ തറവാട്ടിൽ കൊണ്ടുവരണം ട്രോഫി. എനിക്ക് വർക്കിച്ചായനോട് ജയിക്കണേ. കാളകളെ പറപറപ്പിക്കുന്ന ഒരു കാളക്കാരൻ കൂടി വരാടാ. അത് ശരി, അപ്പൊ നീ നമുക്കിട്ട് പണിയാണല്ലേ? കേശവനെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞതല്ല. ഈ ജീപ്പും ലോറി ഓടിക്കുന്ന പോലെ അല്ലല്ലോ കാളകളെ ഓടിക്കുന്നത്. അതിന് ഇത്തിരി തഴക്കവും പഴക്കവും ഉള്ള ഒരാളാണെങ്കിൽ ട്രോഫി ഉറപ്പ്. പക്ഷേ പെട്ടെന്ന് ഇപ്പൊ അങ്ങനെ ഒരാളെ എന്റെ അറിവിൽ ഒരാളുണ്ട്. കേട്ട് കാണും. മരമടി മാമച്ചൻ. പൊരുതിയെങ്കിൽ പൊരുതി, ചതിച്ചെങ്കിൽ ചതിച്ച്. മാമച്ചായൻ മത്സരിച്ചിട്ടുണ്ടോ? ട്രോഫി ഉറപ്പ്. പക്ഷെ കിട്ടുന്ന